വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, BBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ അസൈൻമെന്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അസൈൻമെന്റ് റിട്ടേൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം മാത്രം ആൻസേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻസേഴ്സ് എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇത് PDF ആയിട്ടാണ് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 2 വശവും നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു PDF അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് അത് ആ ഒരു A4 ഷീറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ബ്ലറായിട്ട് കാണിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുക. ഒരു പേജിന്റെ 2 വശവും എഴുതാതെ ഏതെങ്കിലും ഒരു വശം മാത്രം എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു വശം മാത്രം മെയിനായിട്ടും അസൈൻമെന്റും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മാർക്കിനനുസരിച്ച് തന്നെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പൊ 10 MB കൂടരുത്. മിനിമം 10 MB എന്ന് പറയുമ്പോൾ മിനിമം 10 പേജാണ് നമുക്ക് വരുന്നത്. 10 പേജെങ്കിലും ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ആൻസേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ റീചെക്ക് ചെയ്തിട്ട് മാത്രം എല്ലാവരും റിട്ടേൺ ചെയ്യുക. അതുപോലെ തന്നെ റെഫറൻസ് എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെ നിന്നാണോ റെഫറൻസ് എടുത്തിട്ടുള്ളത്, നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണോ ഈ ഒരു പോയിന്റ്സ് എടുത്തിട്ടുള്ളത്, അത് റെഫറൻസ് ആയിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് രൂപത്തിലാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അസൈൻമെന്റ് എങ്ങനെയാണ് PDF രൂപത്തിലേക്ക് മാറ്റേണ്ടത്, അതുപോലെ തന്നെ ഫേസിംഗ് ഷീറ്റ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്